നമസ്കാരം. മലയാളികളുടെ പ്രിയങ്കരനാണ് ദിലീപ്. ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർ പ്രിയങ്കരനായിരുന്നു ദിലീപ്. എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന കാര്യമായ ഹിറ്റുകളൊന്നും സിനിമയിലില്ല. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. മാത്രമല്ല, ദിലീപിനെ അനുകൂലിച്ചും സൗഹൃദ കഥകൾ പറഞ്ഞ് നിരവധി പേർ എത്തുന്നുണ്ട്. സിനിമാ ലോകത്ത് നിരവധി പേരെ സഹായിച്ചിട്ടുണ്ട് അദ്ദേഹം. അത്തരത്തിൽ സൗഹൃദം സൂക്ഷിക്കുന്ന ഒരാളാണ് അബു സലീം. വില്ലൻ വേഷങ്ങളുടെ മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ താരമാണ് അബു സലീം. 1978 രാജൻ പറഞ്ഞ കഥ എന്ന ചിത്രത്തിലൂടെയാണ് അബു സലീം സിനിമയിലേക്ക് എത്തുന്നത്. പിന്നീട് ചെറുതും വലുതുമായ വില്ലൻ വേഷങ്ങളിലൂടെ മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമായി. കേരള പോലീസിൽ സബ് ഇൻസ്പെക്ടറായി വിരമിച്ച അബു സലീം 1982 മിസ്റ്റർ കേരളയായും തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. മിസ്റ്റർ കാലിക്കറ്റ്, മിസ്റ്റർ സൗത്ത് ഇന്ത്യ, മിസ്റ്റർ ഇന്ത്യ എന്നിവയുൾപ്പെടെ നിരവധി ബോഡി ബിൽഡിംഗ് കിരീടങ്ങളും താരം നേടിയിട്ടുണ്ട്. അടുത്തിടെ വില്ലൻ വേഷങ്ങളിൽ നിന്ന് കോമഡിയൻ റോളുകളിലും ക്യാരക്ടർ റോളുകളിലും മികച്ച പ്രകടനമാണ് അബു സലീം കാഴ്ചവെക്കുന്നത്. ഏറ്റവും പുതിയ സിനിമയായ പൈങ്കിളിയിലും മികച്ച വേഷമാണ് അബു സലീമിന് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ തന്നെ ഹാസ്യ കഥാപാത്രങ്ങളിലേക്ക് വഴിതിരിച്ചുവിട്ടത് നടൻ ദിലീപാണെന്ന് പറയുകയാണ് അബു സലീം. മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. പണ്ട് വില്ലൻ വേഷങ്ങളും ഗുണ്ടയായിട്ടും ഒക്കെയാണ് അഭിനയിച്ചിരുന്നത്. ഇപ്പോൾ കൂടുതലും കോമഡി റോളുകളാണ് വരുന്നത്. ദിലീപ് കാവ്യ ജോഡി ഒന്നിച്ച ഇൻസ്പെക്ടർ ഗരുഡ് എന്ന സിനിമയിലാണ് ആദ്യമായി ഹാസ്യ റോളിൽ അബു സലീം എത്തുന്നത്. ആ സിനിമകളിൽ കോമഡി ടച്ചുള്ള ഗുണ്ടയുടെ കഥാപാത്രമായിരുന്നു അബു സലീം ചെയ്തത്. ദിലീപുമായി ഏറ്റുമുട്ടുന്നതും തുടർന്നുണ്ടാകുന്ന കോമഡിയും രസകരമായി വന്നു എന്ന് അബു സലീം പറയുന്നു. പിന്നീട് പല ചിത്രങ്ങളിലും ദിലീപ് തനിക്ക് ഹാസ്യ റോളുകൾ തന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മൈ ബോസ്, മായാമോഹിനി എന്നീ സിനിമകളിലെല്ലാം കോമഡി വേഷങ്ങൾ തന്നത് ദിലീപാണെന്നും അബു സലീം വ്യക്തമാക്കി. അതിനുശേഷം ജോണി ജോണി, യെസ് പപ്പ, അമർ അക്ബർ അന്തോണി തുടങ്ങിയ കുറെ ചിത്രങ്ങളിൽ കോമഡി വേഷം ചെയ്തു. സീരിയസും വില്ലൻ വേഷങ്ങളും കോമഡി റോളുകളും എല്ലാം ചെയ്യുന്ന ഒരാളായി താൻ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അമർ അക്ബർ അന്തോണി ചിത്രത്തിലെ ജയസൂര്യയുടെ കഥാപാത്രത്തിന്റെ അച്ഛനായ സ്റ്റാലിൻ മമ്മാലി എന്ന കഥാപാത്രം അബു സലീമിന് വലിയ കയ്യടി നേടിക്കൊടുത്തിരുന്നു. അതേസമയം ദിലീപ് നിരവധി പേരെ സഹായിച്ചിട്ടുണ്ട്. ഓരോ ചെറിയ താരങ്ങളെയും താൻ സഹായിച്ചിട്ടുണ്ട്. മലയാള സിനിമയിൽ നിരവധി ആർട്ടിസ്റ്റുകൾ പറയാറുണ്ട് ദിലീപ് സഹായിച്ച കഥകളെല്ലാം. അതിലെടുത്തു പറയേണ്ട നിരവധി താരങ്ങളുണ്ട്. ഇന്നസെന്റ്, ജഗതി ശ്രീകുമാർ, KPS ലളിതയൊക്കെ അതിൽപ്പെട്ടവരാണ്. മലയാള സിനിമയിൽ ബഹദൂർ കഴിഞ്ഞാൽ ഏറ്റവും കടപ്പാടുള്ളത് ദിലീപിനോടാണെന്ന് KPS ലളിത പറഞ്ഞിട്ടുണ്ട്. ദിലീപുമായി പങ്കുവെക്കുമ്പോൾ വല്ലാത്തൊരു ആശ്വാസമാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ദിലീപിനെ എനിക്ക് മറക്കാനാകില്ല. ഒരിക്കൽ ദുബായിൽ നിന്നും പ്രോഗ്രാം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുമ്പോൾ എന്റെ അടുത്തായിരുന്നു ദിലീപിന്റെ സീറ്റ്. 4 മണിക്കൂർ നീണ്ട ആ യാത്രയിൽ എന്റെ സങ്കട കഥകൾ കേട്ട് ദിലീപ് ഉറങ്ങിയതേയില്ല. ആ യാത്ര കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കൂടുതൽ അടുത്തത്. പിന്നീട് ഞാൻ പറയാതെ തന്നെ എന്റെ ദുഃഖങ്ങൾ കണ്ടറിഞ്ഞ് ദിലീപ് പെരുമാറിയിട്ടുണ്ട്. എന്നെ ഏറ്റവും അധികം സഹായിച്ച എന്റെ സുഹൃത്തിന് അപകടം പറ്റുമ്പോൾ കാണാൻ പോകണ്ടേ, അതുകൊണ്ടാണ് ജയിലിൽ പോയി ദിലീപിനെ കണ്ടത്. താൻ മകനെ പോലെ കാണുന്ന ഒരാളാണ് ദിലീപ് എന്നും KPS ലളിത പറഞ്ഞിരുന്നു. പല അഭിമുഖങ്ങളിലും ലളിത വാതോരാതെ സംസാരിച്ച ഒരു പേര് ദിലീപിന്റേതായിരുന്നു. ദിലീപായിരുന്നു മകളുടെ വിവാഹത്തിന് കൂടുതൽ സഹായിച്ചത്. ഭരതൻ മരിച്ച സമയത്തുള്ള കടം വീട്ടാൻ ദിലീപ് സഹായിക്കുകയുണ്ടായി. ലളിത ചേച്ചിക്ക് പണത്തിന്റെ ആവശ്യമുണ്ടെന്ന് ദിലീപേട്ടൻ പറഞ്ഞിരുന്നു. അത് കൊടുത്തയച്ചിട്ടുണ്ടെന്ന് മഞ്ജുവാണ് വിളിച്ച് പറഞ്ഞത്. മകന്റെ അപകട സമയത്തും ദിലീപ് സഹായിച്ചു. അതേസമയം KPS ലളിതയുടെ മരണവാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ആദ്യം ഓടിയെത്തിയവരാണ് ദിലീപും കാവ്യ മാധവരും. മണിക്കൂറുകൾ ചെലവഴിച്ച ശേഷം മകൻ സിദ്ധാർത്ഥിനെ ആശ്വസിപ്പിച്ച ശേഷമായിരുന്നു ഇരുവരും മടങ്ങിയത്. ഇരു കുടുംബങ്ങളും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണ് പുലർത്തിയിരുന്നത്. മലയാള സിനിമയിൽ ഇന്നും ആർട്ടിസ്റ്റുകളെ സഹായിക്കുന്ന ഏക നടൻ ദിലീപാണ്. ഇന്ന് സിനിമയിൽ നിരവധി ആർട്ടിസ്റ്റുകൾക്ക് അവസരങ്ങൾ കുറവാണ്. എന്നാൽ ഇന്ന് മലയാള സിനിമയിൽ ദിലീപിന്റെ ഒരു സിനിമ എത്തുകയാണെങ്കിൽ അതിൽ ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകൾക്ക് പോലും ഇന്ന് അവസരങ്ങൾ നൽകുന്നുണ്ടെന്ന് പല താരങ്ങളും എടുത്തു പറയുന്നുണ്ട്.